ഹലോ ഫ്രണ്ട്സ്, ഉപ്പ വായ്ക്ക് മണ്ണ് കയറ്റിയേ നംസക്കുണ്ട് ഒന്നിച്ച്. എന്നോട് പറഞ്ഞു മോനെ നീ ഉപ്പാരെ കത്തേളിരുന്ന് തുടങ്ങും, കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വാ. അങ്ങനെ ഞാൻ ആ രണ്ട് ഗെയിമിലെടുത്ത് വായലേക്ക് പോയി. ആടെ എത്തിയൊരു ഉപ്പ എന്നോട് പറഞ്ഞ് വെള്ളം അവിടെ വെച്ചാണ്. അന്നേരം നംസക്ക എന്നോട് പറഞ്ഞാടാ നമ്മളെ കരിമ്പിലുണ്ട് ചോല പൊളിക്കുന്നത്, നീ പോയിട്ട് വാരിക്കോ, പശുവിന് കൊടുക്കാലോ. ഞാൻ എൻ്റെ തിരിച്ചു വരുമ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞ് ഞാൻ നേരത്തെ കൊണ്ട ഫ്ലാസ്ക് ഉണ്ടാടാ, അതും അങ്ങ് എടുത്തോ. അങ്ങനെ ഞാൻ അതും ഗെയിമിലെടുത്ത് നേരെ വീട്ടിലേക്ക് വന്ന് ഞാൻ എൻ്റെ ഒരു തോർത്തം കൊണ്ടെടുത്ത് ചോല വരാൻ വേണ്ടി കരിമ്പിലേക്ക് പോയി. നമ്മളെ നാട്ടിലെ നളിനേച്ചി തന്നെയാണ് കരിമ്പിന്റെ ചോല പൊളിച്ച് വൃത്തിയാക്കുന്നട്ടാ. കരിമ്പിന്റെ ഉള്ളിലായിട്ട് ഇതിന്റെ ചോല മറിഞ്ഞിട്ട് ശരിക്കും മുഖം എടുക്കാൻ കഴിയുന്നില്ല. ചോല പൊളിച്ച് വൃത്തിയാക്കി കരിമ്പ് ഇങ്ങനെ കെട്ടി വെക്കൂ, എന്നിട്ട് വളവിട്ട് മണ്ണേറ്റതിന് ശേഷം ഇത് കഴിച്ചിളക്കൂ. ഇതിങ്ങനെ വെക്കാണ്ട് വളവിടാൻ കഴിയില്ല. ഇതിന്റെ ചോല മേക്കട്ടെ വല്ലാണ്ട് ചൊറിയും. അതുകൊണ്ട് ഫുൾ കൈക്ക് ഉപ്പായും പാൻറ്റെല്ലാം ഇട്ടിട്ടേ ഉള്ളിൽ കയറാൻ കഴിയൂ. പൊളിച്ചിട്ട ചോലവാരി ഞാൻ പുറത്തേക്ക് വന്ന് എനിക്ക് കെട്ടാക്കി ചമ്മലിലെടുത്ത് പശുവിന്റെ അലയെ കൊണ്ടിട്ട് നല്ല ചൂടായതുകൊണ്ട് മേലെല്ലാം വേർത്തിന് കെമിലുള്ള തോർത്തെടുത്ത് ഞാൻ മുഖം തുടച്ച്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ എൻ്റെ വേഗം കുളിച്ച് പള്ളിയിലേക്ക് പോയി. നിസ്കാരം കഴിഞ്ഞ് പുറത്തു നോക്കുമ്പോണ്ട് ആരോ പള്ളിക്ക് നേർച്ചയായിട്ട് ഒരു കോയിനെ കൊടുത്തിട്ട് കാണും. ഞാനിട്ട് നമ്മൾ അബ്ദുൽഖാണ്ടും വർത്താനം പറഞ്ഞ് പുറക്കേക്ക് വന്ന് എളിയാക്ക് പുരയെടുക്കുന്നിടത്ത് പതിറാൻ വേണ്ടി നാളെ ഇറ്റാച്ചി വരും. അതുകൊണ്ട് എളിയും ആപ്പിയും എൻ്റെ മാമിയും മാമിയെന്നെ ഈ പുറക്ക് പ്ലാൻ വരച്ചിനി. അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഏച്ചിയും ഇറ്റാച്ചിക്ക് പതിറാൻ വേണ്ടി സ്ഥലം ലെവലാക്കിയെന്ന്. ഞാൻ വീട്ടിലെത്തി നോക്കും മുപ്പത് നേരത്തെ പള്ളി കണ്ട കോയിനും വാങ്ങി വീട്ടിലേക്ക് വന്നിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടാ.